ഇനി പോകുന്നത് തളിപ്പറമ്പിലേക്കാണ്. അവിടെ നമുക്കറിയാം TK ഗോവിന്ദനാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPM സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ UDF പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ UDFനകത്ത് തന്നെ ഉണ്ടാവുകയും അങ്ങനെ KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ മത്സര രംഗത്തുണ്ടാവുകയും ചെയ്യുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതായത് കൊയ്യം ജനാർദ്ദനൻ പറയുന്നത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറില്ല എന്നാണ്. KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ ആവശ്യം കൊയ്യം തള്ളിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കുമെന്നും KPCC അംഗം കൂടിയായ കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. ബജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബജീഷ്, അപ്പോൾ കൊയ്യം ജനാർദ്ദനനെ മത്സര രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി ഉണ്ടായിരുന്നതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ അടക്കം ഇതിൽ ഇടപെടുകയും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കൊയ്യം ജനാർദ്ദനൻ. ജിൽസി, തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് TK ഗോവിന്ദൻ വന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KPCC അംഗമായിട്ടുള്ള കൊയ്യം ജനാർദ്ദനൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത്. ഈ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊയ്യം ജനാർദ്ദന്റെ മുകളിൽ ഈ കോൺഗ്രസ് നേതൃത്വം നടത്തിയിരുന്നു. KC വേണുഗോപാലിന്റെ വിഭാഗക്കാരനാണ് കൊയ്യം ജനാർദ്ദനൻ. അതുകൊണ്ട് തന്നെ KC ഇടപെട്ടുകൊണ്ട് ഈ നോമിനേഷൻ നൽകിയത് മുതൽ അല്ലെങ്കിൽ നോമിനേഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് മുതൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം കൊയ്യം ജനാർദ്ദനിൽ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ആ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് കൊയ്യം ജനാർദ്ദനൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ടു പോകും. തളിപ്പറമ്പ് മണ്ഡലത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് കൊയ്യം ജനാർദ്ദനൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിക്കൂർ MLAയും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സജീവ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൊയ്യം ജനാർദ്ദനെ വീട്ടിലെത്തി കണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പല വാഗ്ദാനങ്ങളും കൊയ്യം ജനാർദ്ദന് നൽകി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല. താൻ പാർട്ടിക്കെതിരെയല്ല മത്സരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ TK ഗോവിന്ദൻ മത്സരിച്ചു കഴിഞ്ഞാൽ തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്നുള്ള മുൻ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിന് TK ഗോവിന്ദൻ വഴങ്ങാത്ത സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കൊയ്യം ജനാർദ്ദനൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അയ്യപ്പ സേവാ സംഘത്തിന്റെ ഉൾപ്പെടെ ഉള്ള വിവിധ സംഘടനകളിൽ നേരത്തെ സജീവമായി പ്രവർത്തിക്കുന്ന കൊയ്യം ജനാർദ്ദനന് അത്തരം വിഭാഗക്കാരുടെ ഉൾപ്പെടെ പിന്തുണയുണ്ട്. ഒപ്പം തന്നെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ TK ഗോവിന്ദന്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് നേരത്തെ ഉള്ളവർ തനിക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്നുള്ളതാണ് കൊയ്യം ജനാർദ്ദനൻ പറയുന്നത്. ഒപ്പം വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി ഇറങ്ങാനും കൊയ്യം ജനാർദ്ദനൻ തീരുമാനിച്ചിട്ടുണ്ട്. ജിൽസി.